അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ സമ്മേളിക്കുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായും നമ്മുടെ ഈ പോരാട്ടത്തിൻ്റെ ഒടുക്കമല്ല തുടക്കവുമല്ല നിരന്തരമായ പോരാട്ടം അനിവാര്യമായ ഈ സാഹചര്യത്തിൽ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ മെക്കയുടെ എല്ലാവിധ പിന്തുണയും ഈ സംരംഭത്തിനും തുടർന്നുള്ള പോരാട്ടങ്ങൾക്കും ഉണ്ടാകുമെന്ന് ആദ്യമായി ഉറപ്പു നൽകുകയാണ്. ഒരു കാര്യം മാത്രം പറയുകയാണ്. വഖഫ് അമെൻഡ്മെന്റ് ആക്ട് 2025 എന്നാണ് നമ്മളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ വഖഫ് അമെൻഡ്മെന്റ് ആക്ട് എന്താണെന്ന് മുഹിബുള്ള നദ്വി MP-യും മറ്റുള്ളവരുമൊക്കെ വിശദീകരിച്ചു. അത് ഉമീദാണ്, ഉറുദുവിൽ പ്രതീക്ഷ മാത്രമാണ്. ആ പ്രതീക്ഷ കൈവിടാതെ അവർ ഉദ്ദേശിച്ച നെഗറ്റീവ് പ്രതീക്ഷ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഉമീദിന്റെ എക്സ്പാൻഷൻ, U എന്താണ്, E എന്താണ്, M എന്താണെന്നൊക്കെ പറഞ്ഞു. അവിടെ ഒന്നും വഖഫ് എന്നോ മുസ്ലിം എന്നോ ഇസ്ലാമിക സ്വപ്നങ്ങളോ മുസ്ലിം സ്വപ്നങ്ങളോ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഈ ഉമീദിനെ മുസ്ലിം സമൂഹം, ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പ്രതീക്ഷയോടെ നേരിടാൻ ഈ പോരാട്ടത്തിന് തുടക്കം കുറിക്കാൻ എല്ലാവരും, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഏതാണ്ട് 20-23 കോടി വരുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി വടക്കേ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിലും പോരാടുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം ഈ ഭിന്നിപ്പിന്റെ അനൈക്യത്തിന്റെ ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ട്. ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത നിരവധി പ്രസ്ഥാന ബന്ധുക്കൾ, സഹോദരങ്ങളൊക്കെ തന്നെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത് ഒറ്റക്കെട്ടായി 25 വർഷം മുമ്പോട്ട് പോയാലും ഈ പോരാട്ടം, ഈ ഉമീദ് 2025 പിൻവലിക്കുന്നത് വരെയുള്ള പ്രതീക്ഷയോടെ അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് പോരാടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.